കൊല്ലം സ്വദേശിനി അതുല്യയുടെ മരണത്തിൽ ഫോറൻസിക് പരിശോധനാ ഫലം പുറത്ത്. അതുല്യ തൂങ്ങി മരിച്ചതെന്നാണ് ഫോറൻസിക് പരിശോധനാ ഫലം. എന്നാൽ മകൾ സ്വയം ജീവൻ ഒടുക്കില്ല എന്ന അതുല്യയുടെ അച്ഛൻ രാജശേഖരൻ പിള്ള. നിവർത്തിയില്ലാതെ ചെയ്തു പോയെങ്കിൽ അതിന് കാരണം ഭർത്താവ് സതീഷാണ്. നാട്ടിലെത്തിക്കുന്ന മൃതദേഹം റീപോസ്റ്റ്മോർട്ടം നടത്തുമെന്നും മകൾക്ക് നീതി കിട്ടും വരെ നിയമപോരാട്ടം തുടരുമെന്നും രാജശേഖരൻ പിള്ള പറഞ്ഞു. സതീഷ് എന്ന് പറയുന്ന എൻ്റെ മകളുടെ ഭർത്താവ് അവനൊരു വെൽ പ്ലാനായിട്ടൊരു കൊലപാതകം നടത്തിയതുപോലെ എനിക്ക് തോന്നി. കാരണം ഒരു ദയയും അവൻ എൻ്റെ മകൾക്ക് കൊടുത്തിട്ടില്ല. അവൻ തുടർന്ന് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നതിന് മർദ്ദനത്തിൻ്റെയൊക്കെ ഞാനൊന്ന് അതിൻ്റെ ഒരു നേർചിത്രം ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ അവനൊരു കൊലയാളി തന്നെയാണ്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അവളെ കൊന്നതെന്നാണ് എൻ്റെ വിശ്വാസം. കുറേശ്ശെ അത് പടിപടിയായി അവൻ ചെയ്ത് പൂർത്തിയാക്കിയെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ ഒരിക്കലും എൻ്റെ മോള് ജീവിതത്തിൽ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. അവളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദി അവൻ തന്നെയാണ്. തീർച്ചയായിട്ടും റീപോസ്റ്റ്മോർട്ടം ചെയ്യണം. എൻ്റെ കുഞ്ഞിനുണ്ടായ പീഡനങ്ങളെല്ലാം ഈ നിയമത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടണം. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് എൻ്റെ വിശ്വാസം. ഉദ്യോഗസ്ഥന്മാർ അതിനുവേണ്ടി എല്ലാം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു.